സ്വർഗവാണിയുടെ ഒരു മനോഹരമായ എപ്പിസോഡിലേക്ക് ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വളരെ മനോഹരമായ ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് വീണ്ടും സ്വർഗവാണി നിങ്ങളുടെ മുൻപിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒട്ടും സമയം കളയാതെ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫോൺ എടുത്ത് ഞങ്ങളെ വിളിക്കുക. ആദ്യത്തെ കോളർ ലൈനിലുണ്ട്. നമുക്ക് ആ കോൾ എടുത്തതിന് ശേഷം തിരികെ വരാം. ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഇതാരാ വിളിക്കുന്നത്? സാറാമ്മ ജോസഫ്. സാറാമ്മന്റെ എവിടുന്നാ വിളിക്കുന്നത്? ഞാന് കോട്ടയം. അതെ, ഫേബയാ ആണോ? ഓക്കെ, ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം. ഇങ്ങനെ ഞങ്ങളുടെ പേരെടുത്ത് പറയുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമാണ് കേട്ടോ. പിന്നെ നമ്മുടെ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഓക്കെ ആന്റി, വീട്ടിലെല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? വീട്ടിലിപ്പം മോനെ ആരുമില്ല, ഞാനും ഒരു മോനും ഇതുള്ളത്. ഓ, ശരി ശരി. ചേർത്തിട്ട് 10 വർഷം കഴിഞ്ഞു. ആ, ഓക്കെ. 2 പെൺപിള്ളേരെ അവരെ കെട്ടിച്ചു. ഒത്തിരി ജോലിക്ക് മോൻ ജോലിക്ക് പോയോ? മോൻ ജോലിക്ക് പോയി, രാവിലെ അടുത്ത സ്കൂളാ. ഓക്കെ ഓക്കെ, ശരി ശരി. പിന്നെ കോട്ടയത്തൊക്കെ എന്തുണ്ട് വിശേഷം? കോട്ടയം കാലാവസ്ഥ ചൂട്, ഭയങ്കര ചൂടല്ലേ? ഓക്കെ ഓക്കെ. അതൊക്കെ ഇങ്ങനെ കാലാവസ്ഥ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേ ഇരിക്കുക. കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഭയങ്കരമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ആന്റി, ഇന്ന് നമ്മുടെ സ്വർഗവാണിക്ക് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് പാടാവോ? ഒരു 4 വരി. 4 വരി പാട്ട് പാടാം. ഓക്കെ, പാടിക്കും. പ്രതിഫലം തന്നിടുവാൻ നീതിരാജൻ വന്നിടുവാൻ അധികം നാളുകളും മൂടയാധികരെ തീരുവാൻ അധികം നാളുകളും മൂടയാധികരെ. ആന്റി, സാറമ്മാൻറ്റി, ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു പാട്ടാ ഇത് കേട്ടോ. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വരാറായി. അപ്പൊ നമുക്ക് ആ യേശുവിന്റെ വരവിനെ ഓർത്ത് നമുക്കും സന്തോഷത്തോടെ ജീവിക്കാം. ഓരോ നിമിഷം ദൈവം സൂക്ഷിക്കട്ടെ. ഓക്കെ, അപ്പം ഇനിയും വിളിക്കണം കേട്ടോ. ഇന്ന് ഞങ്ങൾ ഏത് പാട്ടാ ആന്റിക്ക് വേണ്ടി പാടേണ്ടത്? ഓക്കെ, ഞങ്ങൾക്ക് ആന്റിക്ക് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ ആന്റി, അപ്പൊ ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ ഓക്കെ, ശരി. കോട്ടയത്തുനിന്ന് സാറാമ്മ ആന്റി. നമ്മുടെ പേരൊക്കെ ഓർത്തിരിക്കുന്നുണ്ട്. അതെ, അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമാണ്. ഞങ്ങളെ പ്രേക്ഷകർ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. നിങ്ങളെയും ഞങ്ങൾ ഒത്തിരി സ്നേഹിക്കുന്നു. അപ്പോൾ നമുക്ക് സാറാമ്മ ആന്റിക്ക് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് പാടിയിട്ട് തിരികെ വരാം. I
ബ്ലെസ്സഡ് ആയിട്ടുള്ളൊരു തമിഴ് സോങ്ങാണ്. കാരണം നമ്മളെ വാച്ച് ചെയ്യുന്ന നമ്മുടെ പ്രേക്ഷകരിൽ എല്ലാ ഭാഷകൾ മീൻസ് ഹിന്ദി തമിഴൊക്കെ അറിയുന്ന ആൾക്കാരുണ്ട്. അപ്പം അവർക്കൊക്കെ തമിഴ് വേണ്ടിയിട്ട് പാട്ടിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ. അതെ, അപ്പം അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞങ്ങൾ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. നമുക്കപ്പോൾ അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ് വിളിക്കുന്നത്? ഇത് കൊച്ചുമോള്. കൊച്ചുമോൾ എവിടുന്നാ വിളിക്കുന്നത്? റാന്നിയിൽ നിന്നും കൊച്ചുമോൾ. ആൻറ്റി, എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? വീട്ടിലാരൊക്കെയുണ്ട്? ഓക്കെ. നമ്മുടെ സ്വർഗവാണി എന്നുള്ള പ്രോഗ്രാം കാണാറുണ്ടോ? ഓക്കെ, നല്ലൊരു പാട്ട് അപ്പം സ്വർഗവാണിക്ക് വേണ്ടി പാടാവോ? ഓ മതി. ഓക്കെ ഹലോ, അങ്കിളെ, നല്ലൊരു പാട്ട് പാടിക്കോ സ്വർഗവാണിക്ക് വേണ്ടി. മറക്കാത്ത സ്നേഹമേ, ക്രൂശിതനായവനേ, നീ എന്നാട്ട് എല്ലാരും തിരിഞ്ഞപ്പോ ആലംബമില്ലാത്തരഞ്ഞപ്പോ ഒറ്റത്തിരുന്നു കടഞ്ഞപ്പോ നീയേ കാറ്റാസകാര്യ ഒറ്റത്തിരുന്നു കരഞ്ഞപ്പോ നീയേ കാശ്വാസകാര്യ. ഹലോ അങ്കിളെ, വളരെ വളരെ മനോഹരമായിട്ട് പാടി. നമുക്ക് ടൈം ലിമിറ്റ് ഉണ്ടേ, നമുക്ക് ഇനി നമ്മുടെ കോളേജൊക്കെ വെയിറ്റിങ്ങിലുണ്ട്. പക്ഷേ പറയാൻ വാക്കുകളില്ല. വളരെ ഭംഗിയായിട്ട് പാടി. അങ്കിളുടെ പേരെങ്ങനെയാ? ജോയ്. ഓക്കെ ജോയ് അങ്കിളെ, ഭയങ്കര രസമുണ്ട്. ഇന്ന് ഞങ്ങളപ്പോൾ അങ്കിളിന് വേണ്ടി വളരെ മനോഹരമായൊരു പാട്ട് അങ്കിളിനും കുടുംബത്തിന് വേണ്ടി പാടാം. ഓക്കെ, വീണ്ടും വിളിക്കണേ. അപ്പോൾ നമ്മളെ വിളിച്ചത് റാന്നിന്ന് കുഞ്ഞുമോൾ ആൻറ്റിയും ജോയ് അങ്കിളുമാണ്. വളരെ മനോഹരമായൊരു പാട്ട് നമുക്ക് പാടി. അപ്പം നമുക്ക് നല്ലൊരു പാട്ട് ജോയ് അങ്കിളിനും കുഞ്ഞുമോൾ ആൻറ്റിക്ക് വേണ്ടി പാടിയിട്ട് തിരികെ വരാം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പാട്ടാണ്, പുതിയൊരു പാട്ടാണിത്. അതെ. അപ്പോൾ അത് പാടുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്തൊരു ഫീലാണ് ആ പാട്ട്. അതെ അതെ. അപ്പം നമുക്ക് അടുത്ത കോളിലേക്ക് പോയിട്ട് തിരികെ വരാം. ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഓക്കെ, താങ്ക് യു. ആരാണ് വിളിക്കുന്നത്?
ഞാൻ ലില്ലിക്കുട്ടി തോമസ്, ലില്ലിക്കുട്ടി തോമസ്. ആൻറ്റി എവിടെ നിന്നാണ് വിളിക്കുന്നത്? തിരുവല്ലായിരുന്നു. തിരുവല്ലായിൽ നിന്ന് ലില്ലിക്കുട്ടി തോമസ്. വീട്ടിലാരൊക്കെ ഉണ്ട് ആൻറ്റി? വീട്ടിൽ എന്റെ ഹസ്ബൻഡ് ഉണ്ട്, ഒരു മോനുണ്ട്. ഉം. എനിക്ക് അഞ്ചു കൊച്ചുമക്കളും 3 മക്കളും ഉണ്ട്. ഓ ശരി ശരി. അപ്പം വലിയൊരു കുടുംബമാണ്. ഇപ്പൊ ഞാനും ഹസ്ബൻഡും ഒരു മോനും ഉള്ളൂ. ഓക്കെ ഓക്കെ. ഭർത്താവിന് മോൻ താമസിക്കുന്നത്. ഓ ശരി ശരി. നമ്മുടെ സ്വർഗവാണി എന്നുള്ള പ്രോഗ്രാം കാണാറുണ്ടോ? ഉണ്ട്, കാണും. ആണ്. അപ്പൊ നല്ലൊരു പാട്ട്, ആ ഒരു 4 വരി പാട്ട് പാട്. ആരാധിക്കാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഒരു മൂടെ ഒരു തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞങ്ങു രക്ഷിച്ചപ്പോഴും നീ മാത്രമാണെന്ന് ഉയർത്തിയത്. സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. ആന്റി ഓക്കെ. ഒരു ബ്ലെസ്സഡ് സോങ് തന്നെ ആന്റി പാടി. ആരാധിക്കാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാൻ ഏറെ കാരണമുണ്ട് അല്ലേ? വളരെ അനുഗ്രഹമായിരുന്നു പാട്ട്. നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ ആ പാട്ട് ഇഷ്ടപ്പെടുന്നു നമുക്ക് വിശ്വസിക്കാം. ഇപ്പൊ ഞങ്ങൾ ഇന്ന് ഏത് പാട്ടാ പാടിത്തരണ്ടേ? ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. ഓക്കെ, ഞങ്ങള് ലില്ലിക്കുട്ടി ആന്റിക്ക് വേണ്ടിയിട്ട് ആ പാട്ട് പാടാം. വീണ്ടും വിളിക്കണേ. ഓക്കെ ഓക്കെ ആന്റി, ഗോഡ് ബ്ലെസ് യു. ഓക്കെ. അപ്പോൾ നമ്മളെ വിളിച്ചത് നമ്മുടെ ലില്ലിക്കുട്ടി ആന്റിയാണ്. അതെ, വളരെ നല്ലൊരു പാട്ടൊക്കെ പാടി. അതെ. അപ്പം ആന്റി ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, നമുക്ക് ആ പാട്ട് പാടിയിട്ട് തിരികെ വരാം. ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്മകൾക്കെല്ലാം നന്ദി പറയാനായിട്ട് നാവിത് പോരാ, നാളുകൾ ഇത് പോരാ. വളരെ ഒരു ബ്ലെസ്സഡ് ഒരു സോങ്ങാണ്. അതിൻ്റെ വരികളും അതുപോലെ തന്നെയാണ്. കാരണം നമ്മൾ ഈ നിൽക്കുന്നതൊന്നും നമ്മളുടെ മിടുക്കോ കഴിവോ ഒന്നുമല്ല, കർത്താവിൻ്റെ കൃപയൊന്നും മാത്രമാണ് നമ്മൾക്ക് നിൽക്കുന്നത്. അപ്പം ഈ ഒരു പാട്ട് നിങ്ങളെല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടി ഇന്നത്തെ എപ്പിസോഡ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ദൈവം എല്ലാവരെയും സൂക്ഷിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.